ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ രാഘവനുണ്ണി അവസാനം ഒരു തീരുമാനം എടുക്കുകയാണ്. പത്മ കേസ് കഴിയുമ്പോൾ അഞ്ജലി വക്കീൽ കുപ്പായം ഉപേക്ഷിക്കുകയും അർജുന് വിട്ടു പോകണമെന്ന് പറയുമ്പോൾ അഞ്ജലി അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൈ കൊടുത്ത് ആ ഒരു മത്സരത്തിന് തുടങ്ങാണ്. അർജുനാണ് പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഫീൽ ആവുന്നത് കേട്ടോ. കാരണം തന്റെ താലിമാലക്കും തന്റെ ഭർത്താവ് പദവിക്കും അഞ്ജലി ഇത്ര മാത്രമേ വില കൊടുക്കുന്നുള്ളൂ എന്നാലോചിച്ചിട്ട് അർജുന് ഭയങ്കര വിഷമാവുന്നുണ്ട്. രാത്രി അഞ്ജലി ഉറങ്ങാൻ വരുമ്പോഴേക്കും അർജുൻ പറയണ്ട, അഞ്ജലി എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അഞ്ജലി പറയണ്ട, നോക്ക് അർജുൻ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഞാൻ പത്മ കേസിന് വേണ്ടി ഓരോരോ സ്ഥലത്ത് പോവുകയാണ്, ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കട നോക്കാൻ പോണം നാളെ. അപ്പൊ എനിക്ക് പല പണികളും നാളത്തേക്കും ഉണ്ട്. അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വരല്ലേ, എനിക്ക് കുറച്ചേരം സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. ഇപ്പൊ അർജുന്റെ അച്ഛന്റെ പുതിയ പുതിയ നിയമങ്ങളും മത്സരത്തിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞേ ഉള്ളൂ. ഇനി എനിക്ക് അർജുന്റെ സംസാരം കേൾക്കാൻ പറ്റില്ല, എനിക്ക് ഉറങ്ങണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായതുമായിട്ട് അഞ്ജലി കിടക്കാണ്. അർജുന് മനസ്സിൽ വിചാരിക്കുകയാണ്, തന്നോട് സംസാരിക്കാൻ പോലും അഞ്ജലിക്ക് താല്പര്യമില്ല. കണ്ടില്ലേ, അഞ്ജലി അപ്പൊ തന്നെ കിടന്നുറങ്ങിയാണ് ചെയ്തത്. അഞ്ജലിനെ ഒന്ന് നോക്കുന്നുണ്ട് അർജുൻ. അഞ്ജലി സുഖമായിട്ട് ഉറങ്ങിയെന്ന് അർജുന് മനസ്സിലാവുന്നുണ്ട്. അർജുൻ അപ്പൊ തന്നെ മനസ്സിലല്ല വായ തുറന്ന് പറയാണ്, അഞ്ജലി, ഞാൻ തന്നെ ഇനി ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കില്ലടോ. തന്റെ ജീവിതത്തിൽ ഒരു ഭാരമായിട്ട് ഇനി അർജുൻ ഉണ്ടാവില്ല. തന്റെ ജീവിതത്തിൽ എന്നല്ല, ഈ ഭൂമിയിൽ തന്നെ ഭാരമായിട്ട് അർജുൻ ഇനി ഉണ്ടാവില്ല. തന്നെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ വീടും ഈ നാടും ഈ ഒരു ഭൂമി ഉപേക്ഷിച്ച് ഞാൻ പോകും, ഉറപ്പായിട്ടും പോകും. അപ്പൊ തനിക്ക് സമാധാനം കിട്ടും, തനിക്ക് ഇഷ്ടപ്പെടുള്ള പോലെ തനിക്ക് ജീവിക്കാൻ പറ്റും, തനിക്ക് നാളൊരു ലൈഫ് ഉണ്ടാകും, അതിൽ തനിക്ക് സന്തോഷത്തോടെയും തന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ പറ്റും. അതായത് ഞാൻ എന്നൊരു പറഞ്ഞ ഭാരം തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പോകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ ഇങ്ങനെ സംസാരിച്ചിട്ട് കിടക്കാണ് ചെയ്യണമായിട്ട്. അർജുൻ ഒരുപാട് കരയുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പൊ അഞ്ജലി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അഞ്ജലി ഉറങ്ങിയിട്ടൊന്നും ഇല്ല. അഞ്ജലി കേട്ട് അഞ്ജലി ഇങ്ങനെ വിങ്ങി പൊട്ടിയിരിക്കാട്ടോ. ശേഷം അർജുൻ കിടന്നുറങ്ങുമ്പോഴേക്കും അഞ്ജലിക്ക് വല്ലാത്ത വിഷമം തോന്നണം. അഞ്ജലി പൊട്ടിക്കരയണം. കാരണം അഞ്ജലി ഇപ്പൊ അർജുനോട് അടുപ്പം കാണിക്കാത്തതിന് കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അർജുൻ ഒരുപാട് നുണ പറഞ്ഞ അഞ്ജലി അടുത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ അർജുനോട് അഞ്ജലി അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ പത്മ കേസിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. പത്മ കേസ് ജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഞ്ജലി അതിൽ മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടുള്ളൂ. വേറെ തന്റെ കൂടെ ആരൊക്കെയുണ്ട്, തന്റെ കൂടെ ആരൊക്കെ ഇരുന്ന് വിഷമിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അഞ്ജലി സ്വന്തം വീട്ടുകാരുടെ അടുത്ത് പോലും പോവാതെ അഞ്ജലി അവിടെ പത്മ കേസിന് വേണ്ടി മാത്രം നിൽക്കുന്നത്. കാരണം തന്നെ വിശ്വസിച്ച് കേസ് കൊടുത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെണ്ണാണ് പത്മ. അവൾക്ക് നീതി വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. അതിനു വേണ്ടിയാണ് അഞ്ജലി ഇതെല്ലാം ചെയ്യണം കേട്ടോ. അത് അർജുനെ മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അഞ്ജലി എഴുന്നേറ്റ് നേരെ കുഞ്ഞപ്പൻ പറഞ്ഞ കട നോക്കാൻ വേണ്ടി പോവാണ്. നല്ലൊരു ഷോപ്പാണ്, ചെറിയൊരു റൂമാണ്, ഓഫീസാക്കാൻ പറ്റിയ ഒരു റൂം തന്നെയാണ്. അപ്പൊ അഞ്ജലി അടുത്ത് കുഞ്ഞപ്പൻ ചോദിക്കണ്ടല്ലോ, അഞ്ജലി ഇത് ഓക്കെ ആണോ, കുറച്ച് ചെറുതാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇത് ധാരാളമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഹരി പുറത്തുനിന്ന് കാണുന്നുണ്ട്. ഓഹോ, അപ്പൊ അഞ്ജലി സ്വന്തമായിട്ട് അഞ്ജലി അസോസിയേഷൻ തുടങ്ങാനുള്ള പുറപ്പാടാണ്. ഇത് രാഘവനുണ്ണി സ്ഥാനത്ത് പറഞ്ഞേ പറ്റൂ എന്ന് വേണ്ട. അപ്പൊ തന്നെ ഫോൺ വിളിക്കാണ് നമ്മുടെ ഹരി രാഘവനുണ്ണിനെ. സാറേ, നമ്മൾ വിചാരിച്ച പോലെയല്ല അഞ്ജലി, അവളെ സിറ്റി തന്നെ ഒരു ചെറിയൊരു കടമുറി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെ അവളുടെ ഫയൽസും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പത്മ കേസിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ അവിടെയാണ് അവൾ സൂക്ഷിച്ചു വെക്കാൻ പോണത്. സാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് കുറവാണെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന രാഘവനുണ്ണിക്ക് ഷോക്ക് ആവണം. കാരണം പത്മ കേസിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ അവൾ വീട്ടിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അവിടെ വെച്ചിട്ട് അതെല്ലാം തന്നെ എടുത്തു മാറ്റാം, അല്ലെങ്കിൽ അടിച്ചു മാറ്റാം എന്നൊക്കെയാണ് രാഘവനുണ്ണി വിചാരിച്ചത്. അപ്പൊ അതേ അഞ്ജലി സ്വന്തമായിട്ടൊരു കടമുറി വാടകയ്ക്ക് എടുത്ത് അവിടെ ഒരു ഓഫീസായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ രാഘവനുണ്ണിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. രാഘവനുണ്ണി ഈ കാര്യം നമ്മുടെ അനുപമയെടുത്ത് പറയണ്ട. അനുപമ പറയണ്ട, അങ്കിൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അഞ്ജലി ഈ കേസ് ജയിക്കാൻ പോണില്ല. അത് ഞാൻ അങ്കിളിന് തന്ന വാക്കാണ് അല്ലേ, ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അങ്കിൾ ഒന്നുകൊണ്ടും അഞ്ജലിയുടെ കാര്യം ഓർത്ത് അങ്കിൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ കേസ് തോൽക്കുമ്പോൾ അർജുന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഇറങ്ങി പോവുകയും ചെയ്യും. നമ്മുടെ അർജുനെ കാവ്യോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ട് നമുക്ക് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യാം. എന്തായാലും അഞ്ജലി എന്ന് പറഞ്ഞ ബാധ ഇനി ഒഴിഞ്ഞു പോകാണ്ട് വെറും ഒരാഴ്ചയും കൂടി ഉള്ളൂ. അങ്കിള് സമാധാനമായിട്ടിരിക്കുക. ശരി അനുപമേ, ഞാൻ നിന്നെ മാത്രം വിശ്വസിക്കുകയാണ് എന്ന് വേണ്ട. രാഘവനുണ്ണി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അനുപമ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, അവളെങ്ങാനും ഈ കേസ് തോറ്റില്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങേണ്ടി വരുന്നത് തനിക്കാണല്ലോ, താലിമാല ഊരി വെച്ച് പോകേണ്ടി വരുന്നത് തനിക്കാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അനുപമക്ക് ഭയങ്കര ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് കോടതിയിലേക്ക് വരുന്ന ജാസ്മിനെ വലവീശി പിടിക്കാൻ വേണ്ടി നോക്കാണ് ഹരി വക്കീൽ കേട്ടോ. ജാസ്മിൻ, ഞങ്ങൾ നിനക്ക് ഒരു അവസരം കൂടി തരാം. നീ അഞ്ജലിയുടെ കൂടെ നിന്ന് അവളുടെ സ്നേഹവും അവളുടെ ആ ഒരു അവളുടെ ആ ഒരു വിശ്വാസവും ഒക്കെ നേടിപ്പറ്റി. എന്നിട്ട് നീ അവളുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വാ. രണ്ടു കൈ നീട്ടി രാഘവനുണ്ണി സാറ് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ജാസ്മിന് ഒരു അവസരം കൂടി കൊടുക്കാണ് ഹരി വക്കീല്. ജാസ്മിൻ അത് എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് അഞ്ജലി വരുന്നുണ്ട്. എന്താ പി വക്കീലെ, ജാസ്മിനെ വലവീശി പിടിക്കാൻ വേണ്ടി നോക്കാണോ? എന്റെ കൂടെ സ്നേഹത്തോടെ നിന്ന് എന്റെ വിശ്വാസമൊക്കെ നേടിപ്പറ്റി എന്റെ കയ്യിലെ തെളിവുകളൊക്കെ അടിച്ചു മാറ്റി രാഘവനുണ്ണി സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ രാഘവനുണ്ണി അസോസിയേഷനിലേക്ക് നമ്മുടെ ജാസ്മിനെ വീണ്ടും എടുക്കാം എന്നാണോ ഒരു ഓപ്ഷൻ കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും ജാസ്മിൻ പറയണ്ട്, അതെ, എനിക്ക് ആ ഒരു ഓപ്ഷൻ തന്നെയാണ് ഹരി വക്കീല് വന്ന് തന്നത്. പക്ഷേ ഹരി വക്കീല്, ഒരു കാര്യം പറയണ്ടേ, എന്നെ ഇത്രയും പേരുടെ മുമ്പിൽ വിശ്വാസമില്ലായ്മയാണ് രാഘവനുണ്ണി സാറ് കാണിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അസോസിയേഷനിൽ പങ്കാളിയാവാൻ എനിക്കിനി താല്പര്യമില്ല എന്ന് മുഖത്ത് നോക്കി പറയാണ് ജാസ്മിൻ. ഹരി വക്കീല് ശരിക്കും നാണം കെട്ടു പോകട്ടോ, ഇവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം, അല്ലെങ്കിൽ രാഘവനുണ്ണി സാർ കൊടുത്തോളൂ. അവളുടെ ഒരു ജാസ്മിൻ ഇവള് ജീവനോട് ഇരിക്കണോ വേണ്ടെന്നൊക്കെ ഇന്ന് രാഘവനുണ്ണി സാർ തീരുമാനിച്ചോളും. കാരണം ഇത്രയും നാളെ പത്മ കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവളുടെ കയ്യിലാണല്ലോ കാര്യങ്ങളൊക്കെ കൊടുത്തത്, ഫയൽസും കാര്യങ്ങളും. അപ്പൊ ഇവൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ അതൊക്കെ അഞ്ജലി എടുത്ത് പറഞ്ഞ് ഇവള് തെളിവുകളൊക്കെ, അതായത് രാഘവനുണ്ണി സാർ എന്തൊക്കെ തെളിവാണ് സ്വീകരിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതൊക്കെ ജാസ്മിനെ നന്നായിട്ട് അറിയാം. അതൊക്കെ അഞ്ജലി അടുത്ത് പറയുകയാണെങ്കിൽ അഞ്ജലിക്ക് കേസിൽ വലിയൊരു കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് അത് പാടില്ല, അതുകൊണ്ട് ജാസ്മിനെ ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് ഹരിയും രാഘവനുണ്ണിയും തീരുമാനിക്കണം. അത് അവിടെ നടന്നുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ആര്യയുടെ ചികിത്സക്കും കാര്യങ്ങൾക്കും വേണ്ടി പാർത്ഥസാരഥി വരുവാട്ടോ. അങ്ങനെ ആര്യയുടെ കാലൊക്കെ തിരുമ്മി ആര്യക്കൊന്ന് കാലിനേക്ക് ഒരു ചലനശേഷിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പാർത്ഥസാരഥിക്ക് ഏറെക്കുറെ ആദ്യമത്തെ ഒരു ഒഴിച്ചിൽ തന്നെ കഴിയുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും ശ്യാമളക്കും ശിവരാമനും ഇന്ദിരക്കൊക്കെ ഭയങ്കര സന്തോഷാവാട്ടോ. ഇന്ദിര അപ്പോഴും മനസ്സിൽ വിചാരിക്കണത്, അവള് കാലൊക്കെ ശരിയാവട്ടെ, അവളൊന്ന് എഴുന്നേറ്റ് നടക്കട്ടെ, അവൾക്ക് നല്ലൊരു പയ്യനെ നോക്കിക്കൊടുക്കും, നല്ല സമ്പത്തുള്ള പയ്യൻ, കോടീശ്വരൻ. അതായത് ഇപ്പോ നമ്മുടെ അനുപമയെ അഞ്ജലിയും ഒരു കോടീശ്വരന്റെ വീട്ടിലാണല്ലോ കെട്ടിപ്പോയിരിക്കുന്നത്. അതിനേക്കാളും കോടീശ്വരന്റെ ഒരു ആലോചന എന്റെ മോൾക്ക് വേണ്ടി വേണം. കാരണം അനുപമേനേക്കാളും അഞ്ജലിനേക്കാളും സൗന്ദര്യത്തിൽ ഒട്ടും പിറകിലല്ല എന്റെ മോള്, അവരെക്കാളും സൗന്ദര്യത്തിൽ രണ്ടു പടി മുമ്പിലാണ്. അതുകൊണ്ട് തന്റെ മോളെ നല്ലൊരു പയ്യനെ കൊണ്ട് കെട്ടിക്കണം എന്നാണ് ആ സമയത്തും ഇന്ദിര വിചാരിക്കുന്നത്. അങ്ങനെ ആര്യ പതുക്കെ നടക്കാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. പൂർണ്ണമായിട്ട് വീൽ ചെയർ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ വരുവാണ്. പക്ഷെ അങ്ങനെ ആര്യ വരുമ്പോ ആര്യയും പാർത്ഥസാരി തമ്മിൽ ഒരുപാട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ പാർത്ഥസാരി തന്നെയായിരിക്കും ആര്യനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോണത്. അതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നാളെയും മറ്റന്നാളെയും, അതായത് ഈ 2 ദിവസം നമുക്ക് ഓണ സെലിബ്രേഷന്റെ എപ്പിസോഡ്സ് ആണ്. സന്തോഷത്തിന്റെ എപ്പിസോഡാണ്. അഞ്ജലിയും അർജുനും നമ്മുടെ ശിവരാമന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശ്യാമളക്കും ശിവരാമനും ആര്യക്കും കുഞ്ഞപ്പനും മധുവിനും എന്തിനൊക്കെ ഓണക്കോടി കൊടുക്കുന്നുണ്ട്. ഓണസദ്യ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. മാവേലി വേഷം കെട്ടിക്കൊണ്ട് നമ്മുടെ അമ്പാടിയാണ് വരുന്നത്. പത്മേനെ കണ്ട് സംസാരിക്കേണ്ട അവരുടെ പ്രണയരംഗങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓണം വൈബാണ് നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. അതിന് ശേഷമായിരിക്കും അഞ്ജലിയുടെയും അർജുന്റെയും കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഭാഗങ്ങളും കാര്യങ്ങളും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.